ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ദൃശ്യം 3ന്റെ ടീസർ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. ദ വൺ ആൻഡ് ഓൺലി OG ബ്ലോക്ക് ബസ്റ്റർ മൂവി ഓഫ് മോളിവുഡ്. ആദ്യമായിട്ട് മലയാളം സിനിമയ്ക്ക് 50 കോടി എന്നുള്ളൊരു ഫിഗറിലോട്ടേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച, മലയാളം സിനിമയുടെ ചരിത്രം മുഖം മാറ്റിമറിച്ച ദൃശ്യം ഫ്രാഞ്ചൈസിൻ്റെ 3rd മൂവിയുടെ ടീസർ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. നമുക്ക് അധികം ഒന്നും പറഞ്ഞ് നീക്കാതെ ഈ ഒരു റിയാക്ഷനിലേക്ക് കടക്കാം ഗൈസ്. ആശീർവാദ് 2013. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. ജോർജ് കുട്ടി. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ 2021 ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. It's like a case that is closed, but will never close. അയാൾ നമ്മളെയാണ്. നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ്സ് കമ്മിങ് ഗൈസ്. അയാൾ നമ്മളെയാണ്. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എൻ്റെ ഈ യുദ്ധം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എൻ്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ പേടിയാ സാറേ. Oh my God. എനിക്കറിയില്ല. The past never stays forever. Written and directed by Jittu Joseph. May 21st. നമ്മുടെ സിദ്ദിഖും ആശാ ശരത്തും ഇവരൊക്കെ ഇന്ത്യയൊക്കെ വിട്ടു തോന്നുന്നു. അവർ എബ്രോഡ് എവിടെയുള്ളതാണെന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. ഇത് ആ ഒരു എന്താ പറയുക, സത്യം മൂടി വെച്ചതാണെങ്കിലും എപ്പോഴാണെങ്കിലും അത് പുറത്തു വരുന്നതാണ് ബേസിക്കലി ഇവരിതോടുകൂടി പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ചരിത്രം വഴി മാറും. ഈ ഒരു 3rd പാർട്ട്, 2nd പാർട്ട് നമ്മളെല്ലാവരും ഖേദിച്ചതാണ്. അതായത് ആമസോൺ പ്രൈമിൽ ഡയറക്റ്റ്ലി ആണ് OTT റിലീസായിട്ട് വന്നത്. നമ്മളെല്ലാവരും വിചാരിച്ച് കോവിഡ് സമയം ആയിപ്പോയത് കൊണ്ട് ആ പടത്തിന് പറ്റിയൊരു അവസ്ഥ ഉള്ളൊരു ഇതായിരുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് എല്ലാം നികത്തും. 2013 ശേഷം എത്ര പറയണ്ട, 13 വർഷങ്ങൾക്ക് ശേഷം ദൃശ്യവുമായിട്ട് ലാലേട്ടനും ജിത്തു ജോസഫും ആൻ്റണി പെരുമ്പാറും തിയേറ്ററിലോട്ടേക്ക് ഒരു വരവുണ്ട്. ഇത് കാര്യമായി എന്തെങ്കിലും കണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ വന്നിരിക്കുന്നത്. ചുമ്മാ ഒരു പടം ഉണ്ടാക്കാൻ വേണ്ടി ദൃശ്യത്തിൻ്റെ പേര് പൊക്കിപ്പടിച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ ഉണ്ട് സംഭവത്തിൽ. അതുപോലെ തന്നെ ലാലേട്ടൻ ഭയങ്കര എന്താ പറയണ്ടേ, ആ 2013 ലാലേട്ടന് ഇപ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ യങ്ങറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഫേസും കാര്യങ്ങളല്ല. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഷോട്ട് ആ പള്ളിയുടെ ബാക്കിൽ നിന്ന് കണ്ടപ്പോൾ എന്തോ ഒരു ലൂസിഫറിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അധികം കാര്യങ്ങളൊന്നും ഇതിൽ നമുക്ക് ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. കാരണം ടീസറാണ്, വളരെ കുറച്ച് സംഭവങ്ങളെ ഇതിൽ കാണിച്ചിരിക്കുന്നുള്ളൂ. ഫസ്റ്റിൽ കാണിച്ചതൊക്കെ നമ്മുടെ 2013 2021 ഇറങ്ങിയ സിനിമകളുടെ ക്ലിപ്സും കാര്യങ്ങളെല്ലാം. എന്തായാലും നമ്മുടെ പാട്രിയോട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മൾ റിവ്യൂ ഇടുന്നുണ്ട്. അതിനുശേഷം ഈ വർഷത്തെ ഏറ്റവും വലിയ സംഭവമായിരിക്കും ഇത്. പാട്രിയോട്ട് ആൻഡ് ദൃശ്യം 3 ഇത് രണ്ടുമാണ് ഈ വർഷം ഇറങ്ങിയതിൽ വെച്ചിട്ട് ദ മോസ്റ്റ് എന്താ പറയുക, ലുക്കിംഗ് ഫോർവേഡ് മൂവി എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത കാര്യങ്ങളുമായിട്ട് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഗൈസ്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.